ഡാം കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പം മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ ഡാമിൽ വെള്ളമൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ കരുതി വന്നതാണ്. അപ്പോൾ ഡാമിലേക്ക് എത്തിയിട്ടില്ല, അതിന് മുമ്പുള്ളൊരു സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ മഴ കിട്ടിയത് കൊണ്ട് ആ പച്ചപ്പും ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ മല കാണുന്നത്, ആ മലയും. പിന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്, പാറയാണ് ഫുള്ള്. അപ്പം ചെറിയൊരു ജലാശയമുണ്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി കാഴ്ചകളാണ്. ചുള്ളിയാർ ഡാമിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല, അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദിലീപ് ഏട്ടൻ്റെ സിനിമയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങളിനി അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ചുള്ളിയാർ ഡാമിലേക്ക് വരുന്ന പലകപ്പാണ്ടി വെള്ളത്തിൻ്റെ പദ്ധതിയുള്ള കനാലാണ് കേട്ടോ. ഇത്ര വെള്ളം ഇപ്പോൾ വരുന്നുള്ളൂ. മഴ പെയ്തു തുടങ്ങിയിട്ട് ഒരുപാട് മഴയൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് കുറച്ച് മഴ പെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര വെള്ളമേ വരുന്നുള്ളൂ. പിന്നെ കുറേ വെള്ളമൊക്കെ ശരിക്കും ഈ കനാലിലുള്ള വേസ്റ്റൊക്കെ അടിഞ്ഞിട്ട് കറക്റ്റ് ഇങ്ങോട്ട് ഡാമിലേക്ക് എത്തുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പശുക്കളൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഡാം കാണുന്നുണ്ട്. ഈ വെള്ളം ഒഴുകിയിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. വെള്ളത്തിന് നല്ല സ്പീഡുണ്ടല്ലേ, വെള്ളം കുറവാണെങ്കിലും നല്ല സ്പീഡുണ്ട്. ഇതിപ്പോൾ വെള്ളം വളരെ കുറവാണ്. മഴ തുടർച്ചയായിട്ടുള്ള മഴയുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും. നമുക്ക് ആകെ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ മഴ ശരിക്കും കിട്ടിയിട്ട്. ഞങ്ങൾ ഈ വഴിയിൽ കൂടെ കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. വഴി മുഴുവൻ പിന്നെ ഭൂപടം പോലെയാണ് ഉള്ളത് കേട്ടോ, മാപ്പ് പോലെ കുണ്ടും കുഴിയാണ്. പിന്നെ ഇത് മണ്ണ് റോഡും കൂടിയാണ്. ഈ കനാലിനടുത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളും മറ്റൊക്കെയാണ് കേട്ടോ. ഓല കൊണ്ടാണ് വീടുകളുടെ മതിലെല്ലാം പണിതിരിക്കുന്നത്. ഇവിടെ ഒരു ചേച്ചി മീൻ കൊണ്ടിരിക്കുകയാണ് കേട്ടോ, മീൻ വൃത്തിയാക്കുകയാണ്. ചേച്ചി മീൻ എവിടെ നിന്ന് കിട്ടിയതാ? ഡാമിന്നോ? എങ്ങനെയാ, കൊട്ടവഞ്ചിയിൽ പോയി പിടിക്കുന്നതാ? അതെ. ആ. പിന്നെ ചൂണ്ടലിടാറുണ്ടോ? ഇത് ഏത് മീൻ അറിയോ? വാള. ഇതാണോ കൂടുതലുള്ളത് ഡാമിൽ? ആണോ? ഒത്തിരി കിട്ടിയിട്ടുണ്ടോ? അതെ. ഇവിടെയാണോ വീട്? ഈ കാണുന്നതാണോ? ഇവിടെ ഒരു കുട്ടി മണലിൽ അതിമനോഹരമായിട്ടൊരു പെൺകുട്ടിയുടെ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വരയ്ക്കുന്ന ആൾ തന്നെയാണിത്. സുന്ദരി കുട്ടിയായിട്ട് സ്വന്തം മുഖം തന്നെ വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ മോളെ? നല്ല ഭംഗിയായി വരച്ചിട്ടുണ്ട്. ഇതാരാ ഇയാൾ മോളുടെ ആരാ? അനിയത്തിയാണോ? ആ കുട്ടി പിക്ചർ വരയ്ക്കണ കണ്ടപ്പോൾ മോളും മണ്ണിൽ പിക്ചർ വരയ്ക്കാൻ തുടങ്ങി കേട്ടോ. മോൾ ഉടുപ്പിട്ട പെൺകുട്ടി തന്നെയാണ് വരയ്ക്കണത് അല്ലേ മോളെ? കൊള്ളാം. ഈ കുട്ടിയുടെ പേരെന്താ? ഇതാണ് പലകപ്പാണ്ടി കനാല്. പലകപ്പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെള്ളം ഡാമിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ പലകപ്പാണ്ടി പദ്ധതി എന്ന് ഉദ്ദേശിച്ചത്. അത് വലിയ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത്രത്തോളം സക്സസ് ആയി വന്നില്ല. എങ്കിലും ചെറിയ കനാലുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം ഫുള്ളായിട്ട് ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടില്ല ഡാമിലേക്ക്. പലയിടത്തും ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ആളുകളുടെ ഇതിൽ തോട്ടങ്ങളിലേക്കും മറ്റുമൊക്കെ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മെയിൻ്റനൻസിൻ്റെ പ്രശ്നവുമുണ്ട്. ഇതാണ് നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള മല അല്ലേ? എവിടുന്ന് നോക്കിയാൽ ഇത് കാണാം. അതെ, കുട്ടിമലത്തിട്ട്. ഓ, മറ്റുള്ളതിനെ അപേക്ഷിച്ച് ചെറുതാണല്ലോ അല്ലേ? ചെറുതൊന്നുമില്ല, ഏകദേശം സെയിം അത്രയുണ്ട്. പക്ഷെ ഇതിന്റെ ഷേപ്പ് ചെറിയൊരു റൗണ്ടും
അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിന് കുട്ടിമല തെറ്റുന്നൊരു പേര് ആഹാ. ഇക്ക ഇതിൻ്റെ അടുത്തെങ്ങാനൊക്കെ പോയിണ്ടാ? ഇത് പലകപ്പാണ്ടി നമ്മൾ ഇത് ഈ കനാൽ വരുന്നില്ല, ഇതിൻ്റെ കണ്ടിന്യൂറ്റി അവിടെ പലകപ്പാണ്ടി അവിടെ വെള്ളച്ചാട്ടത്തിന് അവിടെ പോയി അവസാനിക്കും. അതുവരെ പോയിട്ടുണ്ട് ഇത് വഴിക്ക്. ഇക്ക ഈ ഭാഗത്ത് എവിടെയോ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു തവണ പലകപ്പാണ്ടി പലകപ്പാണ്ടി തന്നെ കുളിക്കാൻ. അതെവിടെ പോയത്? അത് ഇതിൻ്റെ ലാസ്റ്റാണ്. ലാസ്റ്റ് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ട്, 2-2.5 കിലോമീറ്ററോളം നമ്മൾ ഈ കനാൽ വഴിക്കേ പോകണം. ബൈക്ക് പോവോ അല്ലേ? ബൈക്ക് പോവില്ല, ഇവിടെ നടന്നു പോകാനേ പറ്റും. കുറച്ച് ദൂരം ബൈക്ക് പോകും, പിന്നെ അവിടെ നടക്കണം. പിന്നെ ചെറിയൊരു കനാലുണ്ട് അവിടെ, അതുവഴിക്ക് ഈ വെള്ളം വരുന്നത്. ഓ ശരി ശരി. അപ്പോൾ അങ്ങനെ അവിടെ ചാടും, വെള്ളം ചാടിയിട്ടാണ് പലകപ്പാടിൻ്റെ വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇപ്പോൾ അത്രയ്ക്കൊന്നും വെള്ളമില്ല, ആ സമയത്തൊക്കെ നല്ല ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. നല്ല രസമാണ്. മെയിനായിട്ട് ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നില്ല, ആ പ്രശ്നം. അതായത് കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതിപ്പോൾ വർഷങ്ങളാകുമ്പോൾ നമുക്ക് ഈ മണൽ വന്നടിയും പലവടിയും പൊട്ടലും ഇതൊക്കെ ഉണ്ടാവും, ലീക്ക് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഗവൺമെൻറ് ഇടപെട്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് വെള്ളം വരും. ഡാം നിറഞ്ഞിട്ടില്ല അല്ലേ? മോനെ ഇതാ കുന്നിക്കുരു. വേപ്പിൻകായെന്നാണ് ഈ കുന്നിക്കുരു കിട്ടുക കേട്ടോ. കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല, ഇത് കഴിച്ചാൽ മരിച്ചു പോകുന്നാ പറയാ. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇത് ഒരുപാട് വെച്ച് കളിക്കാറുണ്ട്, ഒരു കൗതുകത്തിന് ഇതെല്ലാം സൂക്ഷിക്കാറുണ്ട്. നല്ല ഭംഗിയല്ലേ, കണ്ണ് പോലെ അല്ലേ? അതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്ക്, ഇത്രയും നാച്ചുറൽ കളർ വേറെ എവിടെ കിട്ടും? ഇന്ന് താഴെ വീണു. വിഷക്കായിയാണ് കേട്ടോ അത്. വേനൽ കഴിഞ്ഞു മഴ തുടങ്ങിയതോടുകൂടി ചുള്ളിയാർ ഡാം കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. എത്ര ആളുകളുടെ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അതെ, ഡാം കാണാൻ വേണ്ടി നൂഴ്ന്നു വരേണ്ട സ്ഥിതിയാ അല്ലേ? സൂക്ഷിച്ചിറങ്ങേ. ഇതാണ് ഡാം കേട്ടോ, ചുള്ളിയാർ ഡാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചുള്ളിയാർ ഡാമിൻ്റെ. അന്നും വെള്ളം കുറവായിരുന്നു, ഇപ്പോഴും വെള്ളം കുറവ് തന്നെയാണ്. കാരണം ഇവിടെ അധികം മഴയൊന്നും കിട്ടിയിട്ടില്ല. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ കിട്ടിയതുപോലെ അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ കിട്ടിയതുപോലെ മഴയൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടെ പൊതുവേ മഴ കുറവാണ്. പിന്നെ ഡാമിന് ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് മണലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ടോ ഇവിടെ മണലെടുപ്പ് തുടങ്ങിയിട്ട്. കണ്ടില്ലേ എത്ര ലോറികൾ നിൽക്കുന്നതെന്ന്. അതുപോലെ മണലെല്ലാം അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ധാരാളം. അപ്പം അതുകൊണ്ട് ആഴം കൂടിയത് കൊണ്ടും വെള്ളം നിറഞ്ഞിട്ടില്ല. ഡാമിലിപ്പോൾ വെള്ളം കുറവാണെന്ന് പറഞ്ഞല്ലോ. ആ പയ്യനിരിക്കുന്ന കണ്ടോ ഒരു മരത്തിന്റെ ചുവട്ടില്, ആ മരം വരെ കയറി വരുന്നതാണ് സാധാരണ വെള്ളം. അപ്പൊ ഇതാണ് ഒരു ഐഡന്റിറ്റി വെള്ളം കയറി വരുന്നതിന്റെ. അപ്പൊ ആ മരത്തിന് ഒത്തിരി താഴെയാണ് വെള്ളം ഇപ്പോഴും ഉള്ളത്. അപ്പം പിന്നെ വെള്ളമെല്ലാം നല്ല ചെളി പിടിച്ച വെള്ളമായിട്ടാണ് ഉള്ളത്. ഇപ്പൊ മഴയൊക്കെ വന്നിട്ട് കുറച്ച് വെള്ളം വരുന്നത് കൊണ്ട് ചെളി വെള്ളമായിട്ടാണ് ഉള്ളത്. കുറച്ചും കൂടെ എന്താ പറയാ, മഴ ഇല്ലാത്ത സമയത്ത് വരുമ്പോഴാണ് വെള്ളം നല്ല തെളിഞ്ഞു കാണുക. ആ അതാണോ പറഞ്ഞതല്ലേ? ആ വേറെ വേറെ വീടുകൾ കാണണ്ടല്ലോ മേൽക്കൂരയുള്ളത്. ഓ ടൂറിസം അല്ലേ? ടൂറിസത്തിന്റെ ഒരു ഭാഗമാണ് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവിടെ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലേ? ശരിക്കും അതിന്റെ താഴ്ചയാണ്. നമുക്കൊന്ന് പോയി നോക്കണം അല്ലേ?
വഴി ഉണ്ടാവും അല്ലേ അങ്ങോട്ട്? നല്ല വഴി. ഓ, പക്ഷെ അത് കാണുമ്പോൾ നമ്മുടെ സുനിൽദാസിൻ്റെ ആ ഏരിയ പോലെ തന്നെയല്ലേ ഉള്ളത്? അതിനൊക്കെ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. ആ ഹാ ഹാ. ഇത് കുറച്ച് മലയുടെ താഴെ അല്ലേ? ശ്രീനിവാസൻ സാറുടെ മക്കളുടെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് കേട്ടോ ഷൂട്ടിങ്, അല്ലാതെ ദിലീപേട്ടൻ്റെ അല്ല. അപ്പം ഇവിടെ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അവരുടെ സംസ്ഥാന സർക്കാരിന് എഴുതിയ കാറും പിന്നെ പോലീസുകാരും അവരുടെ വാഹനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സിനിമ ഷൂട്ടിംഗ് ഏരിയയാണ്. സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡ്രോൺ പറത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം അവിടെ നിന്ന് മാറാൻ വേണ്ടി പറഞ്ഞിരിക്കുക. അപ്പം നമുക്ക് കാണാം ആ കാഴ്ചകൾ. നല്ല കാറ്റാണ് ഇവിടെ ഡാമിൽ. ഷൂട്ടിങ്ങിൻ്റെ ചെറിയ സീനുകൾ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മളെല്ലാം കുറേ ദൂരേക്ക് മാറ്റി നിർത്തി. അവർ ഡ്രോൺ വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യണത്. അപ്പം നമ്മളാരും പെടരുത് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി. അപ്പം ഇതാണ് നമ്മുടെ ചുള്ളിയാർ ഡാമിൻ്റെ വ്ളോഗ്. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് വിനീത് ശ്രീനിവാസനെ കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.